കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിന്റെ 2 ബോഗികൾ ഷണ്ടിങ്ങിനിടെ പാളം തെറ്റി. പുലർച്ചെ 5-നാണ് അപകടമുണ്ടായത്. ആർക്കും പരിക്കില്ല. പിൻഭാഗത്തെ 2 കോച്ചുകളാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷന് സമീപം പാളം തെറ്റിയത്. സുനിൽ ഐസക് വിവരങ്ങൾ നൽകും. സുനിൽ, എന്താണുണ്ടായത്? രേഷ്മ, പുലർച്ചെ 5:10 കണ്ണൂരിൽ നിന്ന് ആലപ്പുഴയ്ക്ക് പോകേണ്ടിയിരുന്ന കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിന്റാണ് 2 ബോഗികൾ പാളം തെറ്റിയത്. പുലർച്ചെ 5 മണിയോടുകൂടിയായിരുന്നു സംഭവം. ഷണ്ടിങ്ങിനിടെ, അതായത് 5 മണിയോടുകൂടി ഷണ്ടിങ്ങിനിടെയാണ് 2 ബോഗികൾ പാളം തെറ്റുന്നത്. ഈ ട്രാക്കിലേക്ക് സർവീസിനായി ബോഗികൾ കയറ്റിയിടുന്ന പ്രൊസീജിയറിനാണ് നമ്മൾ ഷണ്ടിങ് എന്ന് പറയുന്നത്. അതിനിടെയാണ് ഈ പിൻഭാഗത്തെ 2 കോച്ചുകൾ ഇത്തരത്തിൽ പാളം തെറ്റുന്നത്. എന്തായാലും ഇതിന്റെ സിഗ്നൽ ലൈറ്റ് പോയി ഇടിച്ച് തൊട്ട് സമീപത്തെ ഒരു മതിൽ ഇടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ട്രാക്കിനും ചില കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേ തുടർന്ന് ഏതാണ്ട് 1.5 മണിക്കൂറോളം വൈകി 6:45-നാണ് ഈ ട്രെയിൻ കണ്ണൂരിൽ നിന്ന് ആലപ്പുഴയ്ക്ക് പുറപ്പെട്ടത്. പക്ഷേ ഈ പിൻഭാഗത്തെ 2 ബോഗികൾ ഒഴിവാക്കിയാണ് ഇന്ന് ആലപ്പുഴയിലേക്ക് എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് കണ്ണൂരിൽ നിന്ന് പോയത്. എന്തായാലും ഇപ്പോൾ അവിടെ ടെക്നിക്കൽ വിഭാഗത്തിലെ ആളുകൾ, അതുപോലെ റെയിൽവേ പോലീസ് തുടങ്ങിയവരൊക്കെ അവിടെ പരിശോധന നടത്തുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്, എന്താണ് സാങ്കേതിക പ്രശ്നം ഉണ്ടായത് എന്നത് സംബന്ധിച്ച കാര്യങ്ങളിലാണ് പരിശോധന നടത്തുന്നത്. എന്തായാലും 1 മണിക്കൂറിന് ശേഷം മാത്രമേ ഈ ബോഗികൾ ഇപ്പോൾ പാളത്തിൽ നിന്ന് മാറ്റൂ. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷന് സമീപം പാറക്കണ്ടി ഭാഗത്താണ് ഇപ്പോൾ ഈ ബോഗികൾ, പാളം തെറ്റിയ ബോഗികൾ ഉള്ളത്. അത് ഏതാണ്ട് 1 മണിക്കൂറിന് ശേഷം പാളത്തിൽ നിന്ന് മാറ്റും. ശരി.